Okay, so we will see Infinix side putan phone Infinix Note 7 unboxing plus first impression, first observation, first opinion I will share this video. Infinix is a brand interesting specifications Note 7 so we will see Mr. Perfect YouTube channel. I will video like channel subscribe waste let's roll. So this is Infinix Note 7 packaging, 48 megapixel quad camera, Helio G70 octa-core processor, 4GB, 64GB, DTS and back on. Okay, so back basically specifications summary 17.65 cm, that is 6.95 inch HD plus full view display. Full view or display is punch hole cutout. G70 processor, 48 megapixel quad AI camera, 16 megapixel in display AI camera, a side mounted fingerprint scanner, face unlock feature, 5000 mAh battery with 18 watt fast charge. Let's unbox it. First phone ആണ് നമുക്കിത് മാറ്റി വെക്കാം 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട് ഞാൻ ടൈപ്പ് സി ആയിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ മൈക്രോ യുഎസ്ബി ചാർജിംഗ് കേബിൾ ആണ് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്നുള്ള ഡോക്യുമെന്റേഷൻ ഉണ്ട് സിം ട്രേ ഇജക്ടർ പിൻ ഇതിന്റെ പാക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻ പ്രൊട്ടക്ടറും കിട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സിലിക്കോൺ ടിപിയു കേസും കിട്ടുന്നുണ്ട് സോ നമുക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഫോൺ നോക്കാം ഫോണിന്റെ ഇൻ ഹാൻഡ് ഫീൽ നോക്കിയാൽ obviously വലിയൊരു ഫോണാണ് സോ 6.85 ഇഞ്ചിൻ്റെ വലിയൊരു എമണ്ടൻ ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ വലിയൊരു ഫോം ഫാക്ടർ ഉള്ളൊരു ഫോണാണ് ഈ നോട്ട് 7 പക്ഷേ അത്രയും വെയിറ്റ് തോന്നുന്നില്ല ആക്യുറേറ്റ്ലി പറഞ്ഞാൽ 206 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് ഫോണിൻ്റെ ബാക്ക് കേസ് നോക്കിയാൽ ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക് ആണ് നമ്മളിപ്പം ഗ്ലാസ്റ്റിക് ലുക്കൊക്കെ പറയാറില്ലേ ആ ഒരു ഗ്ലാസ്റ്റിക് ലുക്കാണ് നല്ല ഷൈനി ലുക്കാണ് ഇൻഫിനിക്സ് പറയുന്നതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ജെം കട്ട് ടെക്സ്ചർ 3D കർവ് ഡിസൈനാണ് അങ്ങനെയാണ് ഇൻഫിനിക്സ് വിളിക്കുന്നത് നല്ല ഷൈനി ഗ്ലോസി ലുക്കാണ് ഇൻഫിനിക്സ് കൊടുത്തിരിക്കുന്നത് സോ അങ്ങനെ ചീപ്പായ ഫീലൊന്നും കിട്ടില്ല നല്ലൊരു സെമി പ്രീമിയം ഫങ്കി ലുക്കാണ് ശരിക്കും കിട്ടുന്നത് ഇതിൻ്റെ ബാക്ക് കവറിൽ നിന്ന് ഇതിൻ്റെ തിക്നെസ് 8.8 mm ആണ് പിന്നെ 3 കളർ വേരിയൻസിലാണ് വരുന്നത് എൻ്റെ കയ്യിലുള്ളത് ഫോറസ്റ്റ് ഗ്രീൻ ആണ് സോ ബാക്കി 2 കളർ വേരിയൻസ് ആണ് ഈഥർ ബ്ലാക്കും ബൊളീവിയ ബ്ലൂവും ക്യാമറ മോഡ്യൂൾ ശ്രദ്ധിച്ചാൽ ഒരു യുണീക്ക് സർക്കുലർ ക്യാമറ മോഡ്യൂളാണ് അതിൽ 4 ക്യാമറാസ് സോ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണുള്ളത് അതിനോടൊപ്പം തന്നെ 4 LED അതും കിട്ടുന്നുണ്ട് ഫ്ലാഷും കിട്ടുന്നുണ്ട് സോ ക്വാഡ് LED ഫ്ലാഷിൻ്റെ സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് ഇതിനോടൊപ്പം കിട്ടിയ കേസ് നമുക്ക് ഇട്ട് നോക്കാം ഓക്കെ സോ നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ആവുന്നുണ്ട് അങ്ങനെ ഫിറ്റിൻ്റെ ഇഷ്യൂ ഒന്നുമില്ല നല്ലൊരു ഇതിൻ്റെ ഇൻഫിനിക്സ് ഇറക്കുന്ന ഒരു പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ പ്രൊട്ടക്റ്റ് ആവുന്നുണ്ട് സോ നമ്മുടെ ഒരു ക്യാമറേൻ്റെ ബമ്പ് അതിൻ്റെ അടിയിലാണ് വരുന്നത് കവറിൻ്റെ സോ ഇറ്റ്സ് ഓക്കെ ഈ ഫോണിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കിയാൽ ടോപ്പ് കംപ്ലീറ്റ്ലി എംപ്റ്റി ആണ് റൈറ്റ് സൈഡിൽ വോളിയം റോക്കറും പിന്നെ പവർ ബട്ടൺ ആണ് പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറായിട്ട് വർക്ക് ആവുന്നത് സോ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഫോണിൻ്റെ ബോട്ടം നോക്കിയാൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട് മൈക്ക് ഉണ്ട് മൈക്രോ USB സ്ലോട്ടാണ് പ്ലസ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ഉണ്ട് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ സ്ലോട്ട് 3 സ്ലോട്ട് ഉണ്ട് സോ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് സെൻസേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ നോർമലി കിട്ടുന്ന എല്ലാ സെൻസേഴ്സ് ഇതിൽ കിട്ടുന്നുണ്ട് ആക്സിലറോമീറ്റർ ഓറിയൻറ്റേഷൻ സെൻസർ പ്രോക്സിമിറ്റി ജൈറോസ്കോപ്പ് മാഗ്നറ്റിക് സെൻസർ എല്ലാം ഇതിലുണ്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് അൺലോക്ക് ഫീച്ചറും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ സോ വളരെ ഫാസ്റ്റ് ആയ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഫേസ് അൺലോക്ക് ട്രൈ ചെയ്യാം സോ രണ്ടും വളരെ ഫാസ്റ്റ് ആണ് സോ നല്ല ഫാസ്റ്റ് ആയ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് അൺലോക്ക് ഫീച്ചറുമാണ് കിട്ടുന്നത് 6.95 ഇഞ്ചിൻ്റെ ഒരു വലിയ IPS LCD HD പ്ലസ് ഡിസ്പ്ലേ ആണ് 60 ഹെർട്സിൻ്റെ ആണ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷേ ഏത് വെർഷൻ ഗൊറില്ല ഗ്ലാസ് ആണെന്ന് പറഞ്ഞിട്ടില്ല ഇൻഫിനിക്സ് 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ 258 PPI ആണ് പിക്സൽ ഡെൻസിറ്റി വലിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ടും HD പ്ലസ് ഡിസ്പ്ലേ ആയതുകൊണ്ടും കുറച്ച് കുറവാണ് PPI പക്ഷേ അങ്ങനെ എഫക്റ്റ് ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ പെർഫോമൻസിൽ അങ്ങനെ ഒരു പിക്സലേറ്റഡ് ലുക്ക് ഒന്നും കിട്ടുന്നില്ല നല്ല ലുക്ക് തന്നെയാണ് ഡിസ്പ്ലേക്ക് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലൊരു പഞ്ച് ഹോൾ കട്ടൗട്ട് ഉണ്ട് 480 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നെസ് 91.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട് സോ നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ ആണ് നല്ല രീതിയിലുള്ള ഒരു ലാർജ് സൈസ് വ്യൂവിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വലിയൊരു സ്ക്രീനിൽ വീഡിയോ കണ്ടൻറ്റ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ അതായത് ഇൻഫിനിക്സ് നോട്ട് 7 ഡിസ്പ്ലേ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെ തരുന്നുണ്ട് ഇൻഫിനിക്സ് എന്ന ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസിൻ്റെ കാറ്റഗറിയിലായിരുന്നു എല്ലാവർക്കും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു കാരണം P22 A25
5 അതുപോലത്തെ പ്രൊസസ്സറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G70 കൊണ്ടുവന്നിട്ടുണ്ട് ഇൻഫിനിക്സ് നോട്ട് 7-ൽ. നല്ല രീതിയിൽ തന്നെ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസസ്സറാണ്. സോ ഈ ഒരു പ്രൊസസ്സറും നമ്മുടെ നോട്ട് 7 ഫോണും നല്ല രീതിയിൽ തന്നെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എനിക്ക് സ്മാർട്ട് 4 പ്ലസിൽ ചെറിയ ലാഗൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ഒരു ലാഗ് ഞാൻ കണ്ടില്ല. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഗെയിമിംഗ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു. സോ കോൾ ഓഫ് ഡ്യൂട്ടിയും നമ്മുടെ ആസ്ഫാൾട്ട് ഈ രണ്ടും കളിച്ച് നോക്കിയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ലാഗോ അങ്ങനെ ഒരു ഈ പ്രൊസസ്സർ കാരണം എന്തെങ്കിലും കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല. കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ നല്ല സ്മൂത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. സോ ഞാൻ പിന്നെ ലോ ടു മീഡിയം സെറ്റിങ്സിലാണ് കളിച്ചത്. സോ ലോ ടു മീഡിയം സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഗെയിംസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫോണിൽ ആസ്വദിക്കാൻ കഴിയും. ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഗെയിമിംഗ് എക്സ്പീരിയൻസും വളരെ നല്ലൊരു ബിഗ് സൈസ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. സോ G70 പ്രൊസസ്സർ നോക്കുമ്പം ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നല്ലൊരു 10,000 പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G70. ഇൻഫിനിക്സ് നോട്ട് 7-ൽ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ആൻഡ്രോയിഡ് 10 ആണ് വിത്ത് XOS 6.1. ഇത് ഇൻഫിനിക്സ് ഡെവലപ്പ് ചെയ്ത കസ്റ്റം UI ആണ്. ഒരുപാട് നല്ല ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡാർക്ക് മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ പോപ്പപ്പ് വിൻഡോ ഒക്കെ വരുന്നുണ്ട്, ഷോർട്ട് കട്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമൈസേഷനും ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു UI തന്നെയാണ്. നിങ്ങൾ സെറ്റിങ്സിൽ കയറി നോക്കിയാൽ സോഷ്യൽ ടർബോ എന്ന ഫീച്ചർ ഉണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് കോളുകൾ റെക്കോർഡ് ചെയ്യാൻ കഴിയും, വീഡിയോ കോളുകളിൽ സ്കിൻ സ്മൂത്തനിങ് ഒക്കെ ചെയ്യാൻ കഴിയും. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരുപാട് തീംസ് ഉണ്ട്. സോ നിങ്ങൾക്ക് തീംസ് ഒക്കെ അപ്ലൈ ചെയ്ത് ഫോണിൻ്റെ UIൻ്റെ ലുക്കൊക്കെ മാറ്റാൻ കഴിയും. ബ്ലോട്ട് വെയറിൻ്റെയും ആഡിൻ്റെ ഒരു കാര്യം നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ സ്മാർട്ട് 4 പ്ലസിൻ്റെ അൺബോക്സിങ് ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിരുന്നു. കാരണം നല്ല രീതിയിൽ സ്ലോ ആയിരുന്നു. അതിലുള്ള ബ്ലോട്ട് വെയർസും ആഡ് കാരണം ആ ഒരു എക്സ്പീരിയൻസ് നല്ല മോശപ്പെട്ട എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും തോന്നിയില്ല. സോ എനിക്ക് അങ്ങനെ UIയിൽ അങ്ങനെ ഒരുപാട് അടുത്തും ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിൽ ആഡ്സ് ഒന്നും ഞാൻ കണ്ടില്ല. കാരണം സ്മാർട്ട് ഫോൺ പ്ലസിൽ ഇഷ്ടംപോലെ ആഡ്സ് ഉണ്ടായിരുന്നു. സോ അത് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു UI ആണ് ഇതിലുള്ളത്. ഇതിൻ്റെ UIയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഞാൻ കണ്ടത് ഒരു ബൈക്ക് മോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ ഈ ബൈക്ക് മോഡിൻ്റെ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും കോൾ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് റിപ്ലൈ കൊടുക്കും. സോ നല്ലൊരു ഫീച്ചറാണ്. 2 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബൈക്ക് മോഡ് ഡീആക്ടിവേറ്റ് ആവും. ഇൻഫിനിക്സ് നോട്ട് 7-ൻ്റെ സിംഗിൾ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. 4GB 64GB, അതിൽ 4GB RAM, LPDDR4 RAM ആണ്. അതിനോടൊപ്പം തന്നെ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ അൺബോക്സിങ്ങിൽ കണ്ടിരുന്നു. സോ നിങ്ങൾക്ക് ഇനിയും എക്സ്പാൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെയിൻ ക്യാമറ സെറ്റപ്പ് നോക്കിയാൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 48 മെഗാ പിക്സലിൻ്റെ ആണ് മെയിൻ ക്യാമറ സെൻസർ. ലെൻസ് f1.8 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത്, പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ ക്യാമറയും വരുന്നുണ്ട്. മെയിൻ ക്യാമറ പെർഫോമൻസ് നോക്കിയാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഡീസൻറ്റ് നല്ല രീതിയിലുള്ള ഓക്കെ പെർഫോമൻസ് ആണ്. അങ്ങനെ ഭയങ്കരമായ ഒരു പെർഫോമൻസും ഇല്ല, എന്നാൽ ഒരു മോശമായ പെർഫോമൻസും ഇല്ല. ഡീസൻറ്റ് ഓക്കെ പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ നല്ലൊരു ലൈറ്റുള്ള ഒരു സ്ഥലത്ത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു 48 മെഗാ പിക്സലിൻ്റെ ഒരു മോഡ് വെച്ച് നിങ്ങൾ ഫോട്ടോ എടുത്താൽ നല്ല രീതിയിൽ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി നോക്കിയാൽ ഹിറ്റ് ആൻഡ് മിസ് ആണ്. ചില സമയങ്ങളിൽ നല്ല ഫോട്ടോസ് കിട്ടാറുണ്ട്. ചിലപ്പോഴൊക്കെ ഭയങ്കര ഒരു മങ്ങിയ അല്ലെങ്കിൽ അങ്ങനെ ബ്ലർഡായ ഫോട്ടോസൊക്കെ, അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത ഡീറ്റെയിൽസ് ഇല്ലാത്ത ഫോട്ടോസാണ് കിട്ടുന്നത് നൈറ്റ് മോഡ് ഓൺ ചെയ്താലും. മാക്രോ ക്യാമറ 2 മെഗാ പിക്സലിൻ്റെ ആണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഡീറ്റെയിൽസും ഒരു ക്ലാരിറ്റി മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ ബ്ലർ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് ചെറിയ രീതിയിൽ ആ ഒരു ഫോട്ടോ ഡാർക്ക് ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഡാർക്കായി പോകുന്നുണ്ട്. നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പം ഓക്കെ ബ്രൈറ്റ്നെസ് ആണ്. പക്ഷേ സബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യാതെ നോർമലി എടുക്കുമ്പം, ഓട്ടോമാറ്റിക് മോഡിൽ എടുക്കുമ്പം ചെറിയ രീതിയിൽ ഡാർക്ക് ആവുന്നുണ്ട് ഫോട്ടോസ്. വീഡിയോ നോക്കിയാൽ മാക്സിമം 1080p 30 FPS ആണ് എടുക്കാൻ കഴിയുന്നത്. ഡീസൻറ്റ് വീഡിയോ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. നല്ല രീതിയിൽ തന്നെ ഓക്കെ രീതിയിൽ തന്നെ അതിൻ്റെ എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോക്കസിങ്ങിലും അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. സോ അടുത്തുള്ള ഒരു ഓബ്ജക്റ്റിൽ നിന്ന് ദൂരെയുള്ള ഓബ്ജക്റ്റിലേക്ക് നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ ഒന്നും ഞാൻ കണ്ടില്ല. ഫ്രണ്ട് ക്യാമറയുടെ പെർഫോമൻസ് ഡീസൻ്റ് ആണ്. 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്, ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. പക്ഷേ എനിക്ക് തോന്നിയത് എക്സ്പോഷർ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. കാരണം ഞാനൊരു വീഡിയോ സാമ്പിൾ കാണിച്ചു തരാം. സോ സബ്ജക്റ്റ്, അതായത് ഞാൻ അതിൻ്റെ ഫ്രണ്ട് വരുമ്പോഴേക്കും ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി വാഷ്ഡ് ഔട്ട് ആയി പോവുകയാണ്, ഭയങ്കരമായിട്ട് ഹൈലൈറ്റ്. സോ ഒരു ഓബ്ജക്റ്റ് ഫ്രെയിമിൽ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു എക്സ്പോഷർ പോകുന്നുണ്ട്. ക്യാമറ UIയിൽ നോക്കിയാൽ സ്ലോ മോഷൻ, ഷോർട്ട് വീഡിയോ, നോർമൽ വീഡിയോ, AI ക്യാം, ബ്യൂട്ടി മോഡ്, ബൊക്കെ മോഡ്,
അതോടൊപ്പം തന്നെ സൂപ്പർ നൈറ്റ്, ഗൂഗിൾ ലെൻസിൻ്റെ ഓപ്ഷനും കിട്ടുന്നുണ്ട്. ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ സെറ്റപ്പ് നോക്കിയാൽ 5000 mAh ആണ് ബാറ്ററി കിട്ടുന്നത്. കൂടെ ബോക്സിൽ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. പക്ഷേ ചെറിയൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ USB പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് സി ആയിരുന്നെങ്കിൽ ബെറ്റർ ആണ്. കാരണം ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ആണെങ്കിലും മിക്ക എല്ലാ ഫോൺസിലും ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. നോട്ട് 7 0 to 100% ഫുൾ ചാർജ് ആവാൻ ഏകദേശം 2 മണിക്കൂറാണ് എടുക്കുന്നത്. ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഡീസൻ്റ് ആണ്. അത്രയും ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ഒരു ഹെഡ്ഫോണിൻ്റെ ഒരു പെർഫോമൻസ് ഒന്നുമില്ല, ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. പക്ഷേ സ്പീക്കേഴ്സ് എന്നെ ശരിക്കും ഇംപ്രസ് ചെയ്തു. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ടോപ്പിൽ ഇയർ പീസും ഡ്യുവൽ സ്പീക്കർ, സെക്കൻഡറി സ്പീക്കറായിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ നോർമലി നമ്മൾ ഈ ഒരു ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പ് കാണുമ്പം ടോപ്പ് സ്പീക്കർ, അതായത് ഇയർ പീസിൽ നിന്ന് വരുന്ന വോയിസ് അത്രയും പോരാ. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല രീതിയിൽ തന്നെ സൗണ്ട് വരുന്നുണ്ട്. ബോട്ടം ആയാലും ടോപ്പ് സ്പീക്കേഴ്സ് ആയാലും രണ്ടിൽ നിന്നും നല്ല രീതിയിലുള്ള സ്റ്റീരിയോ സൗണ്ട് വരുന്നുണ്ട്. പ്ലസ് DTS സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു ഡ്യുവൽ സ്റ്റീരിയോ ഓഡിയോ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. മറ്റു ഫീച്ചേഴ്സ് നോക്കിയാൽ വൈഫൈ കോളിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, FM റേഡിയോൻ്റെ ഫീച്ചർ ഉണ്ട്, ഡ്യുവൽ 4G വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വൈഡ് വൈൻ L3 ആണ്, L1 അല്ല L3 ആണ്. സോ നിങ്ങൾക്ക് HDയിൽ ആസ്വദിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ SAR വാല്യൂയും അണ്ടർ ലിമിറ്റ് ആണ്. ഇൻഫിനിക്സ് നോട്ട് 7ൻ്റെ പ്രൈസ് ആണ് 11,499 റുപ്പീസ് ആണ്. സ്ലൈറ്റ്ലി പ്രൈസ് കൂടുതലാണെന്ന് തോന്നുന്നു. ഒരു 10,500 ആ ഒരു റേഞ്ചിലായിരുന്നെങ്കിൽ നല്ലൊരു കോമ്പറ്റേറ്റീവ് പ്രൈസിങ് ആയിരുന്നേനെ. നമ്മുടെ ഒരു കോമ്പറ്റീറ്ററുടെ ഒരു ഫോൺസൊക്കെ വെച്ച് നോക്കുമ്പം സ്ലൈറ്റ്ലി കുറച്ചുകൂടി ഒരു അഗ്രസീവ് പ്രൈസിങ് ആയിരുന്നേനെ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിലും ബാക്കി ഒരുപാട് ഫോൺസിൽ കിട്ടാത്ത ഒരു സംഭവം കിട്ടുന്നുണ്ട് ഇതിൽ. ഫോർ എക്സാമ്പിൾ വലിയൊരു ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയുണ്ട്, 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സ് തന്നെ കിട്ടുന്നുണ്ട്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഡ്യുവൽ സ്പീക്കേഴ്സും കിട്ടുന്നുണ്ട്. ഇൻഫിനിക്സ് നോട്ട് 7നെ കുറിച്ചുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? നല്ല ഇംപ്രഷനാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഫിനിക്സ്. നമ്മൾ സ്മാർട്ട് 4 പ്ലസ് കണ്ടപ്പം അതിൽ ഒരുപാട് ഈ ലാഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ആഡുകൾ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ബ്ലോട്ട് വെയർസ് ഉണ്ടായിരുന്നു. സോ എൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഞാൻ അതിൽ ഷെയർ ചെയ്തിരുന്നു. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ സ്മാർട്ട് 4 പ്ലസിൻ്റെ ഒരു എക്സ്പീരിയൻസും ഇതിൻ്റെ ഒബ്വിയസ്ലി മറ്റേ പ്രൊസസ്സറിൻ്റെ ചേഞ്ച് എന്തായാലും ഉണ്ട്. അതിൽ A25 ആയിരുന്നു, ഇതിൽ നല്ല കുറച്ചുകൂടി നല്ല പവർഫുള്ളായ G70 ആണ് വന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അത് മാത്രമല്ല UI നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ അതിനോടൊപ്പം തന്നെ ആ ഒരു പ്രൊസസ്സറും ഇതിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് ലുക്ക്. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും എഴുതി അറിയിക്കാൻ മടിക്കേണ്ട. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഇസ് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.